ഒരു യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സെലിബ്രേഷൻ പോലെ ചെറിയൊരു സെലിബ്രേഷൻ നമ്മൾ വീട്ടിൽ ആഘോഷിച്ചതാണ്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ആളുകൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യലായിട്ട് ഇത്തിരി ഇറച്ചി ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ കൈമ റൈസ് വെച്ചിട്ടാണ് ഇറച്ചി ചോറ് വെക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മളൊരു 1.5 ഗ്ലാസ് അരി കപ്പിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കഴുകിയതിന് ശേഷം നമ്മൾ കുതിരാൻ വെക്കുന്നുണ്ട്. ഒരു അരമുക്കാൽ മണിക്കൂർ അത് കുതിരാൻ വെക്കുന്ന സമയത്ത് നമുക്ക് മസാലയെല്ലാം റെഡിയാക്കി എടുക്കാം. അതിനാദ്യം തന്നെ പാൻ വെച്ചിട്ട് എണ്ണയും നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സവാളയും കൂടി നമ്മുടെ മസാലയ്ക്ക് വേണ്ട സവാളയും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ആ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് നമ്മൾ കൂടുതലായിട്ടും പച്ചമുളകും കുരുമുളകും ഒക്കെയാണ് ചേർക്കുന്നതിൽ. ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴണ്ട് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടി. നല്ലോണം അതെല്ലാം വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളിയും കൂടെ നമുക്കതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ആ തക്കാളിയും കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ ലേശം മുളക് പൊടി, ഒരു കളറിന് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ ഓൾറെഡി കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാം എരിവിതിൽ വരും. അപ്പോൾ അതുകൊണ്ട് അധികമായിട്ട് പൊടികൾ ചേർക്കുന്നില്ല നമ്മൾ, എല്ലാം കുറേശ്ശെ. പിന്നെ നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ള തൈര് ലേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ആ മസാലയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം തൈരും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതെല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത്തിരി പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഗരം മസാലയും ചേർത്ത് നല്ലോണം അതെല്ലാം ഒന്ന് യോജിപ്പിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം നോക്കിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല. ഇത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓൾറെഡി ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ വെന്തോളും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം നമ്മൾ വേവിച്ചെടുക്കണം. നല്ലോണം ചിക്കൻ ഒന്ന് പെരണ്ടൊക്കെ വരുന്ന സമയത്ത് 1.5 ഗ്ലാസ് അരിക്കുള്ള വെള്ളം നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെടുത്തു. നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിരുന്ന അരി അതിലേക്ക് നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ആ അരിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ പറയാൻ മറന്നായിരുന്നു, ഉപ്പും കൂടി നമ്മൾ ചേർക്കണം അരി വേവാനുള്ളത്. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പം നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. പിന്നെ ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ഇറച്ചിച്ചോറ് കിട്ടും. സാധാരണഗതിയിൽ ഇത് ബീഫിലാണ് വെക്കുന്നത്. നമ്മളിന്ന് ചിക്കനിലാണ് ഇത് റെഡിയാക്കിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ സ്കൂളിൽ നിന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആരും ഉണ്ടായിരുന്നില്ല, ഉമ്മായും മക്കളും ഞാനും ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് അല്ലു ഉമ്മായും ഞാനും എല്ലാം നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഈ 10K സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷത്തിൽ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു. നമ്മൾ വാഞ്ചോ ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ M4 നെറ്റ്വർക്ക് ബൈ ജിബിനാണ് നമ്മുടെ ചാനലിൻ്റെ പേരും 10K ഫാമിലിന്നും ഒക്കെ എഴുതിയിട്ടാണ് കേക്ക്. അപ്പോൾ 3 പേരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളും ഒരു ഭാഗമാകണം എന്ന് ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വീണ്ടും ഒരു ബിഗ് താങ്ക്സ്. അപ്പം ഈ ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ ഞാനൊരു പീസ് കേക്ക് എടുത്തിട്ട് ഞാനും അതൊന്ന് കഴിച്ചു. കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാക്ക് നേരെ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കേക്ക് കൊടുക്കാനുള്ളൊരു ധൃതിയായിരുന്നു. ഉമ്മ വേഗം തന്നെ വന്ന് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നെയ്ബേഴ്സിനൊക്കെ കേക്കൊക്കെ കൊടുത്തു. ചാനലിൽ 10K ആയതിനെ കുറിച്ച് എന്താ 3 പേർക്കും പറയാനുള്ളത്? അതോ ആണോ? അമ്മക്ക് എന്താ പറയാനുള്ളത്? എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ചുരുങ്ങിയ സമയത്തിനുള്ളിലല്ലേ നമുക്ക് ഇത്രയും 10,000 സബ്സ്ക്രൈബ് ചെയ്തത്. ഇത് അപ്പൊ അതിനകത്ത് മതിയായ സന്തോഷമുണ്ട്. ഇനി മുന്നോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കാണണം. എല്ലാവരോടും ഞങ്ങളെ താങ്ക്സ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നു. ഞങ്ങൾ ശരിക്കും വീഡിയോ ചെയ്തത് തന്നെ ഞങ്ങളുടെ ആ ഒരു സെലിബ്രേഷൻ ഭാഗമായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്.